this is your magic hand. It is completely numb. There is no pain on this hand. Whatever I do on this hand, there is no pain. This is completely your magic. ഒന്നും പറ്റില്ല ഉറപ്പിച്ചു. Because the more you imagine that you feel, the more there is no pain at all. No pain. മോശം വ്യക്തിയാണ് ഭയങ്കരമായിട്ട്. നമ്മൾ വേറൊരു ലോകത്താണ്. More tight. That's it. That's it. That's it. That's it. More tight. Sleep. 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 ഞാൻ എന്താ ചെയ്തത്? എപ്പോൾ ബാഡ് ടച്ച് ചെയ്തു? ടച്ച് ചെയ്തിട്ടില്ലല്ലോ. ബ്രെയിൻ്റെ ഏറ്റവും കൂടുതൽ വെച്ചാൽ നമ്മൾ എന്ത് ഇമാജിൻ ചെയ്യുന്നോ നമ്മുടെ റിയാലിറ്റിയെ മാറും. കുഴപ്പമൊന്നുമില്ലോ. ഞാൻ മോശം വ്യക്തിയാണോ? നല്ല വ്യക്തിയല്ലേ? ഓക്കെ ഓക്കെ. ഹിപ്നോസിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് ഹിപ്നോട്ടിസിനെ കുറിച്ച് ആദ്യം മനസ്സിൽ വരുന്നൊരു ഹിപ്നോസിസ് അല്ലെ ഹിപ്നോട്ടിസം എന്താണ് ആദ്യം മനസ്സിൽ വരുന്ന ഒരു പിക്ചർ എന്താ? അങ്ങനെ പറയാനുള്ള ആൾക്കാർ ഒന്ന് കൈ വെക്കണേ. ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അയാളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചെടുക്കുന്നത്. ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് നമുക്ക് ഉപബോധ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയാം അല്ലേ? ഇപ്പോൾ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ, അതായത് അയാൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളായിരിക്കാം, പക്ഷേ അയാളുടെ ഉപബോധ മനസ്സിലുണ്ട്. അതിനെ നമുക്കൊന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു കാര്യമാണ് ഹിപ്നോസിസ്. പിന്നെ എന്തായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരിക എന്ന് പറയാം. ഓക്കെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ കൽപ്പനയുടെയും നിങ്ങൾക്കല്ല അതല്ലേ കിട്ടിയത് അല്ല, നിങ്ങളെന്താ പറയാത്തെ? ഓക്കെ, അപ്പോൾ എനിക്ക് ആ സീനാണ് വരുന്നത്, മറ്റേ കൊച്ചിൻ കൽപ്പനയുടെയും സീനാണ് എനിക്ക് ആദ്യം ഹിപ്നോട്ടിസം എന്ന് ഞാൻ മനസ്സിൽ വരുന്നത്. പിന്നെ ജനാർദ്ദൻ്റെ ഏതൊരു സിനിമയുണ്ട്, ഈ മറ്റേ പെൻഡുലം ആട്ടുന്നൊരു സീനുണ്ട് ഒരു സിനിമയ്ക്കകത്ത്, മറ്റേ ജഗതി കൊച്ചുവാവായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ആദ്യം ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുണ്ടോ? ആയിട്ടില്ല, ആരും ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്, നിങ്ങളെല്ലാവരും ഹിപ്നോട്ടൈസ്ഡ് ആണ്. ഓക്കെ, ഹിപ്നോട്ടിസം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പിടിച്ച ഒരാളുടെ ഉപബോധ മനസ്സിലെ കാര്യങ്ങളെടുക്കുക, ഇതൊന്നുമല്ല. ഹിപ്നോസിസ് എന്ന് വെച്ചാൽ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? ഉണ്ടോ? അപ്പം നിങ്ങൾ ഹിപ്നോട്ടൈസ്ഡ് ആണ്. കാരണം ബോസിൻ്റെ സജഷൻസ് എല്ലാം നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളുള്ള ആൾക്കാരോട് ഇല്ലേ? അപ്പോൾ കുട്ടികൾ പറയുന്ന എനിക്ക് ആ സാധനം വേണം, നിങ്ങൾക്ക് മേടിച്ച് കൊടുക്കണമെന്നില്ല, പക്ഷേ ആ മോളൊത്തിരി ചോദിക്കുമ്പോൾ നിങ്ങൾ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുമോ? ഇല്ലേ? വാശി പിടിക്കും മേടിച്ച് കൊടുക്കൂലേ? അപ്പം അതിനെ നമുക്ക് ഹിപ്നോസിസ് എന്ന് പറയാം. റിലീജിയൻ, മതങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ടോ? റിലീജിയസ് ആണെങ്കിൽ ചെയ്യാറുണ്ടോ? ഉണ്ടോ? എല്ലാം ഒന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ പേടിയില്ലേ? അപ്പോൾ അവിടെ മതം കൊണ്ട് നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആണ്. പിന്നെയുള്ള സാധനം പൊളിറ്റിക്സ് ആണ്. പിന്നെ അത് BJP കാണും, കമ്മ്യൂണിസ്റ്റുകാർ കാണും. അപ്പോൾ അവരുടെ ഒരു ആശയം ഫോളോ ചെയ്യുന്നവരില്ലേ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ഹിപ്നോട്ടൈസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹിപ്നോട്ടൈസ്ഡ് ആവാത്ത ആരും തന്നെ ഇല്ല, നിങ്ങളെല്ലാവരും ഹിപ്നോട്ടൈസ്ഡ് ആണ്. പക്ഷേ അത് ഏത് മേഖലയിൽ നിന്നുള്ള മാത്രം ഡിഫറെൻ്റ് ആണ്. പിന്നെ സയൻസ് പറയുന്നത് എല്ലാ 10 മിനിറ്റും ഒരാൾ ട്രാൻസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോകും. കേട്ടിട്ടുണ്ടോ ട്രാൻസ് സിനിമ കണ്ടിട്ടില്ലേ? ഫഹദ് ഫാസിലിൻ്റെ? ഓക്കെ, ട്രാൻസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. ട്രാൻസ് എന്ന അവസ്ഥ ഒരു ഉന്മാദ അവസ്ഥയാണ്. അതായത് ചിലപ്പോൾ 2 പെഗ് അടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ചിലർക്ക് കഞ്ചാവ് വലിച്ചാൽ കിട്ടും, ചിലർക്ക് വെറുതെ ഇരുന്നാലും കിട്ടും. അപ്പോൾ ഈ ഉന്മാദാവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുടെയാണ് ഈ ഹിപ്നോസിസ് എന്ന് പറയാം. അപ്പോൾ ഉന്മാദാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് ഭയങ്കര ഓപ്പണാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന എത്ര പേരുണ്ട്? വണ്ടി ഓടിക്കുന്നവർ എല്ലാവരും തന്നെ ഓടിക്കുന്നവരല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ വണ്ടി ഓടിക്കാൻ നേരം നിങ്ങൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നു, എത്ര കിലോമീറ്ററാണ്? ഒരു 100 കിലോമീറ്റർ ഉണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ ട്രിവാൻഡ്രത്തെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം എനിക്കൊരു കോൾ വരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൾ വരുന്നു. അപ്പോൾ ഞാൻ കോൾ എടുക്കുന്നു, എൻ്റെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഞാൻ ആലോചിക്കുന്നത്, ഓ ഇവിടെ എത്തിയല്ലോ, പെട്ടെന്ന് എത്തിയല്ലോ. അങ്ങനെ കോൾ എടുത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ടോ? നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരിക്കലും നമ്മൾ അറിയത്തില്ല. നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നോ ഗിയർ മാറുന്നതോ ഫ്രണ്ടി ഒരുത്തം വട്ടം ചാടിയതോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ കോളിലാണ്, പക്ഷെ നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. അപ്പോൾ ഇത്ര നേരം വണ്ടി ഓടിച്ചാരാ? ഓക്കെ, നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം, നിങ്ങൾ മദ്യപിക്കുന്നവർ എത്ര പേരുണ്ട്? ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, ഓടിച്ചിട്ടില്ല. ഓക്കെ, ഇല്ല, അതെല്ലാം പറഞ്ഞു, അവർ കൈ പൊക്കിയല്ലോ. ഓക്കെ, അപ്പം നമ്മൾ 2 എണ്ണം അടിച്ചിട്ട് രാത്രി ഫിറ്റാന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു. ഓക്കെ, വീട്ടിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് ഞാൻ നല്ല ഫിറ്റാണ്, പക്ഷേ വണ്ടി എടുത്ത് വീട്ടിൽ ചെന്നു, കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് തോട്ട് എന്തായിരിക്കും? ഇന്നലെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്കൊരു അപ്പോൾ നിങ്ങളുടെ വണ്ടി ആരാ ഓടിച്ചത്? നിങ്ങളല്ല ഓടിച്ചത്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും വലിയ, നമ്മൾ ശരിക്കും നമ്മളറിയുന്നത് ഈ പറഞ്ഞ മെഡിറ്റേഷൻ, യോഗ,
ഈ റിലീജിയസ് ആൾക്കാർ, ഇവരെല്ലാം ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. അപ്പം ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള ഒരു വലിയൊരു കടലാണ് ഈ ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹിപ്നോസിസിൽ നമുക്ക് ബേസിക്കലി അസുഖങ്ങളില്ലേ, മിക്ക അസുഖങ്ങളും ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പോയിട്ടില്ലേ, കണ്ടിട്ടില്ലേ, ആൾക്കാർക്ക് രോഗശാന്തി കിട്ടുന്നു ഇല്ലേ, അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് ഒരു സബ് കോൺഷ്യസ് ഹീലിംഗ് ആണ്, സെൽഫ് ഹീലിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിലാണ് ശരിക്കും ഹീലിംഗ് നടക്കുക. അപ്പോൾ ഹിപ്നോസിസ് ശരിക്കും ഒരു ഹീലിംഗ് മെത്തേഡാണ്. അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക്, ചിലപ്പോൾ നടുവേദനയും ശരിയാക്കും, ചിലപ്പം സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ശരിയാക്കും. അപ്പോൾ ഇതെല്ലാം സബ് കോൺഷ്യസിലാണ് കിടക്കുന്നത്. വീൽ ചെയറിൽ വയ്യാതിരിക്കുന്ന ആൾ ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കും. സ്റ്റാമറിംഗ് ഉള്ള ആൾ, അതായത് വിക്കുള്ള ആൾ ചിലപ്പോൾ സംസാരിക്കും, കാഴ്ചയില്ലാത്തവൻ ചിലപ്പോൾ കാണും. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഒരു സബ് കോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി കിട്ടാറുണ്ട് അല്ലേ, കണ്ടിട്ടുണ്ടോ? പലരും സാക്ഷ്യം പറയാറുണ്ട് അല്ലേ, ഇല്ലേ? പക്ഷേ അപ്പോൾ എല്ലാവരും പറയും ആ പാസ്റ്ററിന് അല്ലെങ്കിൽ ആ ഒരു ക്രിസ്ത്യാനിറ്റി മാത്രമല്ല, ഹിന്ദു ആണെങ്കിൽ ആ ഒരു ബാബയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഗുരുജിക്ക് എന്തോ ശക്തിയുണ്ടെന്ന് പറയും. പക്ഷേ ഇവരൊരിക്കലും മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആരെങ്കിലും ഹീൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, നമ്മളവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സാണ് നമ്മൾ ഫുള്ളി സറണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സജഷൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹീലിംഗ് ഉണ്ടാകുന്നു. അപ്പം ഇതാണൊരു ഷോർട്ടിൽ ഹിപ്നോസിസ് എന്താന്ന് പറഞ്ഞാൽ. ഹിപ്നോസിസ് ഒരുപാട് ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ ഇൻഫർമേഷൻ ആണോ അതോ അല്ലേ? ആണോ? ഓക്കെ. അപ്പം ഹിപ്നോ തെറാപ്പി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫീൽഡുണ്ട്. അവിടെ കൂടുതലും തെറാപ്യൂട്ടിക് ആയിട്ടുള്ള പർപ്പസിനാണ് യൂസ് ചെയ്യുക. അതായത് സൈക്കാട്രിക് ഡിസോർഡേഴ്സ്. ഡിപ്രഷൻ എന്ന വാക്ക് നമുക്ക് കോവിഡ് വരുന്നതിന് മുമ്പ് നമുക്ക് വരുമൊരു കേട്ടിട്ടുണ്ടോയെന്ന് പോലും പലരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കോവിഡ് കഴിഞ്ഞാണല്ലോ കൂടുതലും. ഇപ്പോൾ കുഞ്ഞു പിള്ളേർ ചോദിച്ചാലും ഞാൻ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പം കോമൺ ആയിക്കോട്ടെ. മെൻ്റൽ ഹെൽത്ത് ഇനിയുള്ള കാലഘട്ടത്തേക്ക് ഒത്തിരി വരും. അവിടെ ഹിപ്നോസിസിന് വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴും ഈവൻ ഒരു MBBS ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോൾ ഫസ്റ്റ് അതൊരു സൈക്കോസൊമാറ്റിക് ഹീലിംഗാണ് നടക്കുക. ക്രോസിൻ്റെ ശക്തിയുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് മുമ്പ് നമ്മൾ നമ്മുടെ മൈൻഡിനെയാണ് നമ്മൾ ആദ്യം. ഇപ്പോൾ ഒരു മരുന്ന് 2 ഡോക്ടർ തരുന്നു. ഓക്കെ, ഒരു ഡോക്ടർ തരുമ്പോൾ നമ്മൾ പറയും അയാൾ തന്നിട്ട് മരുന്ന് ഏറ്റില്ല, ഈ മരുന്ന് തന്നെ ആയിരിക്കും മറ്റേ ഡോക്ടർ വരുന്നത്. പക്ഷേ ആ ഡോക്ടറോട് നമുക്കൊരു വിശ്വാസം, ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് ആ മരുന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്ലസീബോ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കിട്ടും. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഓക്കെ, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താ? അല്ല, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്താ? തിങ്ക് ചെയ്യുമായിരിക്കും കൂടുതൽ. ഓക്കെ, തിങ്കിങ് ആണ് അല്ലേ? കറക്റ്റാണ്. തിങ്കിങ് ആണ് ഒരാൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇമാജിനേഷനാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ വന്നിരിക്കുമ്പോഴെന്തോ ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ്റെ പ്രത്യേകത, ഇമാജിനേഷൻ നല്ലതാണോ ചീത്തയാണോ? ആണോ? ഇമാജിനേഷൻ നല്ലതാണോ? നമുക്കൊരു സാധനം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമാജിനേഷൻ വേണ്ടേ? ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരു ജോയി ചേട്ടൻ്റെ ഇമാജിനേഷൻ ഉണ്ട്. ഓക്കെ ഇല്ലേ? ഇത് വേണമെങ്കിൽ നമുക്കൊരു ഭീകരവാദ പ്രോഗ്രാമും ചെയ്യാം. അപ്പം 2 രീതിയിലും ചെയ്യാം. നല്ല പ്രോഗ്രാമും ചെയ്യാം, ചീത്ത പ്രോഗ്രാമും ചെയ്യാം. അപ്പോൾ ഇമാജിനേഷൻ ക്യാൻ ബി ഗുഡ് ആസ് വെൽ ആസ് ഡേഞ്ചറസ്. എന്തുകൊണ്ടാണ് ഇമാജിനേഷൻ ഉള്ളത് നല്ലതെന്ന് പറയുന്നത്? ഇമാജിനേഷൻ കുറേ ഇൻവെൻഷൻസ് ഉണ്ടാക്കും, കുറേ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ പോലെ ഒരു 5 മിനിറ്റ്സ്. ഇവിടെ ആരെയും ജഡ്ജ് ചെയ്യാനോ നോക്കാനൊന്നും പോകണ്ട. നമ്മൾ വളരെ ഫ്രീ ആയിട്ട്, നമ്മൾ ഒരു ഭയങ്കര ഓട്ടമുള്ള ജീവിതമല്ലേ, ഭയങ്കര ഫാസ്റ്റ് ലൈഫല്ലേ, അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കുറച്ച് നേരം നമുക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കുറച്ച് സമയം കേട്ടോ.